എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ്. ഈ സെഷനിൽ പല ടൈപ്പിലുള്ള എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് കോസസ്, അതുപോലെ തന്നെ അത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് സൃഷ്ടിക്കുന്നത്, പിന്നെ എങ്ങനെ നമുക്ക് ഈ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ ഡെഫിനീഷൻ വൈസ് അനലൈസ് ചെയ്യാം. എ ഡിസാസ്റ്റർ ഈസ് എ സഡൻ കാറ്റാസ്ട്രോഫിക് ഇവൻറ്റ് ദാറ്റ് ഡിസ്റപ്റ്റ്സ് ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് കമ്മ്യൂണിറ്റി, സൊസൈറ്റി ഓർ എൻവയോൺമെൻറ്റ്, കോസിങ് വൈഡ് സ്പ്രെഡ് ഹ്യൂമൻ, മെറ്റീരിയൽ, എക്കണോമിക് ഓർ എൻവയോൺമെൻറ്റൽ ലോസസ്. ഒരു കാറ്റാസ്ട്രോഫിക് ഇവൻ്റാണ്, മാസീവായിട്ടുള്ള ഇവൻ്റാണ്. അത് നോർമലായിട്ടുള്ള കമ്മ്യൂണിറ്റി, സൊസൈറ്റി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഹ്യൂമൻ, മെറ്റീരിയൽ, എക്കണോമിക് ഓർ എൻവയോൺമെൻറ്റൽ ലോസസ് ക്രിയേറ്റ് ചെയ്യും. Based on the source of origin, a disaster can be either natural, human induced or combination of both. ഇപ്പോൾ എർത്ത് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ആണ്. ഇനി ഡിസാസ്റ്ററിനെ കുറിച്ച് ഫർദർ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ആദ്യമേ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേംസ് അറിഞ്ഞിരിക്കണം. ജനറൽ ഡിസാസ്റ്റർ ടെർമിനോളജീസ്. ആദ്യത്തേതാണ് ഹസാഡ് എന്നുള്ളത്. ഹസാഡ് ഈസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഹാം ഓർ അഡ്വേഴ്സ് എഫക്റ്റ്. അപ്പോൾ ഇതൊരു പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഹാം ആണ് അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. നാച്ചുറൽ ആകാം അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആകാം. എർത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ ഹസാഡാണ്. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ മെയ്ഡ് ഹസാഡിന് എക്സാമ്പിളാണ്. ഇനി റിസ്ക് എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ഹാംഫുൾ കോൺസിക്വൻസസ് റിസൾട്ടിങ് ഫ്രം ദ ഇൻട്രാക്ഷൻ ഓഫ് ഹസാഡ്സ്, എക്സ്പോഷർ ആൻഡ് വൾനറബിലിറ്റി. അതായത് ഒരു ഹസാഡിൻ്റെ എഫക്റ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് റിസ്ക് ഫാക്ടറായിട്ട് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഇനി അടുത്തതാണ് വൾനറബിലിറ്റി എന്നുള്ളത്. ദ കണ്ടീഷൻസ് ദാറ്റ് ഇൻക്രീസ് ദ സസെപ്റ്റബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്, കമ്മ്യൂണിറ്റീസ് ഓർ സിസ്റ്റംസ് ടു ദ ഇമ്പാക്ട്സ് ഓഫ് ഹസാഡ്സ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൽ ഈ ഹസാഡ്സ് ഉണ്ടാകാനുള്ള ചാൻസ്, ആ റിസ്ക് എലമെൻറ്റിനെയാണ്, ആ പ്രോബബിലിറ്റിയാണ് വൾനറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അവിടുത്തെ ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ദേ ആർ മോർ പ്രോൺ ഓർ വൾനറബിൾ ടു സച്ച് ഹസാഡ്സ്. ഇനിയുള്ളത് റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ്. അതായത് വൺസ് ഒരു ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അവിടെയുള്ള ഇൻഡിവിജ്വൽസിനെ പ്രോപ്പറായിട്ട് റെസ്ക്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് സേവിങ് ലൈഫ്സ് ആൻഡ് പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് ടു ഡിസാസ്റ്റർ സർവൈവേഴ്സ് സച്ച് ആസ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്, മെഡിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ഷെൽട്ടർ പ്രൊവിഷൻ. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇനിയുള്ളത് ഹ്യൂമനിറ്റേറിയൻ എയ്ഡ് ആണ്. Assistance provided to people suffering from a disaster or crisis, usually in the form of food, water, shelter, medical aid and other basic necessities. ഇപ്പോൾ മനുഷ്യന് ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആവശ്യങ്ങളും വേണ്ടി വരും. ആ ആവശ്യങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമനിറ്റേറിയൻ എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, മെഡിക്കൽ എയ്ഡ് ഇതൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് യൂണിറ്റ് എന്നുള്ളത്. എ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സണൽസ് ട്രെയിൻ ടു റെസ്പോണ്ട് ടു സ്പെസിഫിക് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഓരോ ടൈപ്പ് ഡിസാസ്റ്റേഴ്സിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള എക്സ്പേർട്സാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് യൂണിറ്റിൽ ഉണ്ടാവുന്നത്. അതായത് മെഡിക്കൽ ടീംസ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ സ്ക്വാഡ്സ്, ഫയർ ബ്രിഗേഡ്സ്, പോലീസ്, ഇതുപോലുള്ള ഒഫീഷ്യൽസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഇനിയുള്ളതാണ് എയർലി വാർണിംഗ് സിസ്റ്റം. ഒരു പ്രോപ്പറായിട്ട് നമുക്ക് ഡിസാസ്റ്ററിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് അതിനെ കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഫോർകാസ്റ്റിംഗ് ഈസ് ഡൺ ത്രൂ എയർലി വാർണിംഗ് സിസ്റ്റം. അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നോളജീസ് ഉണ്ട്, മെഷീൻസ് ഉണ്ട്. അത് വർക്ക് ചെയ്യുവാണെങ്കിൽ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഇനിയുള്ളത് ഡിസാസ്റ്റേഴ്സിൻ്റെ കുറേ ഫീച്ചേഴ്സാണ്. എല്ലാ ഡിസാസ്റ്ററും നമുക്ക് അങ്ങനെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഏത് തരത്തിലുള്ള ഫോർകാസ്റ്റിംഗ് ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ കാറ്റാസ്ട്രോഫ്സ് വളരെ മാസീവായിട്ട് ഉള്ള ഇമ്പാക്റ്റിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ് ഡിസാസ്റ്റേഴ്സ്. ഇനി രണ്ടാമത്തേതാണ് വളരെ സിവിയർ ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഇത് ഉണ്ടാക്കും. റിസൾട്ട്സ് ഇൻ എക്സ്റ്റെൻസീവ് ഡാമേജ് ടു ലൈവ്സ്, ലൈവ്ലിഹുഡ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്കോസിസ്റ്റം. പിന്നെ ഉള്ളത് ബ്രോഡർ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. അഫക്റ്റ് ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ സിസ്റ്റം. എല്ലാത്തിനെയും വളരെ ഇൻക്ലൂസീവായിട്ട് തന്നെ അത് അഫക്റ്റ്
ചെയ്യും. ഇനി ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് മാനേജ് ചെയ്ത് ആ ഡിസാസ്റ്ററിൽ നിന്ന് അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറച്ച് റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഫേസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേതാണ് മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെഷേഴ്സ് ഫോർ റെഡ്യൂസിങ് ദ ഡിസാസ്റ്റർ റിസ്ക്. അപ്പോൾ അത് ആദ്യമേ തന്നെ എടുത്തിരിക്കണം. ഇപ്പോൾ ത്രൂ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ലൈക്ക് ബിൽഡിംഗ് ഫ്ലഡ് ബാരിയേഴ്സ് ഓർ എൻഫോഴ്സിങ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ വൾണറബിലിറ്റി അല്ലെങ്കിൽ റിസ്ക് ഒക്കെ വളരെ കൂടുതലാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മിറ്റിഗേഷൻ മെത്തേഡ്സ് എടുക്കുകയാണെങ്കിൽ, അതായത് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ ഡിസാസ്റ്ററിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതാണ് പ്രിപ്പയർഡ്നെസ്. ഒരു അലേർട്ട്നെസ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റീസ് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് അതുപോലുള്ള മെത്തേഡ്സൊക്കെ കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യണം. പിന്നെ ഉള്ളത് റെസ്പോൺസ് ആണ്. വൺസ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തിരിക്കണം. ദെൻ റിക്കവറിയാണ്. റെസ്പോൺസ് റിക്കവറിയും വളരെ ഹാൻഡ് ബൈ ഹാൻഡായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ ലോങ് ടേം എഫേർട്സ് ടു റിസ്റ്റോർ നോർമൽ സ്റ്റേറ്റ് ഇൻക്ലൂഡിങ് റീബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റീഹാബിലിറ്റേറ്റിംഗ് അഫക്റ്റഡ് പോപ്പുലേഷൻസ്. ഇതാണ് റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യണം, മെക്കാനിസംസ് അഡോപ്റ്റ് ചെയ്യണം. ഇൻഫ്രാസ്ട്രക്ചറിന് നാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റീബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ വയനാട്ടിലൊക്കെ നമ്മളിത് കാണുന്നതാണ്. റിക്കവറി സ്റ്റേജിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റേഴ്സ് ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഓൺ ഇൻഡിവിജ്വൽസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റ്. ദെയർ ഇമ്പാക്റ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഹ്യൂമൻ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഡയമെൻഷൻ, ഓഫൻ വിത്ത് ലോങ് ലാസ്റ്റിംഗ് എഫക്ട്സ്. അപ്പോൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പല ഫേസസിലാണ് വരുന്നത്. അപ്പോൾ അത് എക്കണോമിക്കലായിട്ടുള്ള ലോസ് ഉണ്ടാക്കും, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും, സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും, പിന്നെ എൻവയോൺമെൻറ്റിനെ വളരെയധികം പൊല്യൂട്ട് ചെയ്യും. എൻവയോൺമെൻറ്റിൻ്റെ നോർമലായിട്ടുള്ള ബാലൻസിനെ അത് അഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സിലേക്ക് കടക്കാം. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് മാൻമെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് പറയും. ആദ്യത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണ് എർത്ത് എന്നുള്ളത്. എർത്ത് എർത്തിൻ്റെ ക്രസ്റ്റിൽ ഉണ്ടാകുന്ന സഡൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസസ് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്ലേറ്റ് ടെക്ടോണിക്സ്, ഇൻഡ്യൂസ്ഡ് ക്വേക്സ്, ദെൻ വോൾക്കാനിക് ക്വേക്സ്, ലാൻഡ് സ്ലൈഡ്, സഡൻ ചേഞ്ചസ് ഇൻ അണ്ടർഗ്രൗണ്ട് പ്രഷർ. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാസീവ് ഷീറ്റ്സ്, ലേയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ്സിനെയാണ്, മാസീവായിട്ടുള്ള ക്രസ്റ്റിലുള്ള പ്ലേറ്റ്സിനെയാണ് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് അത് സ്റ്റാറ്റിക്കായിട്ട് എക്സിസ്റ്റ് ചെയ്യല്ല, ദേ ആർ ഇൻ കണ്ടിന്യൂസ് മോഷൻ, എപ്പോഴും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് കൂടിച്ചേരുന്നിടത്ത് വന്ന് കൊളീഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡൈവർജൻസ് ഉണ്ടാകുന്നു. ഇതുപോലെയുള്ള പ്ലേറ്റ് ടെക്ടോണിക്സ് ഡൈനാമിക്സ് ആണ് എർത്ത് ഒരു പരിധിവരെ കാരണമാകുന്നത്. ഇനി അടുത്തതാണ് ഇൻഡ്യൂസ്ഡ് കേക്സ് എന്ന് പറയുന്നത്. ദേ ആർ കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി ലൈക്ക് ടണൽ കൺസ്ട്രക്ഷൻ, ഫില്ലിംഗ് റിസർവോയേഴ്സ് എക്സെട്ര. ഇപ്പോൾ നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടണൽ കൺസ്ട്രക്ഷൻ പ്രോസസ്സൊക്കെ നടത്തുകയാണെങ്കിൽ അത് എർത്ത് ക്രസ്റ്റിനെ, അതിൻ്റെ നോർമലായിട്ടുള്ള പ്രഷറിനെയൊക്കെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അത് എർത്ത് ക്വേക്ക് ആകാനുള്ള സാധ്യത വളരെയധികം കൂടും. ഇനി അടുത്താണ് വോൾക്കാനിക് ക്വേക്സ് എന്ന് പറയുന്നത്. ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ആക്റ്റീവ് വോൾക്കാനിസം. അതായത് വോൾക്കാനിക് ഇറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എർത്ത് ക്വേക്സിനെയാണ് വോൾക്കാനിക് ക്വേക്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള റോക്ക് ഫോൾസ്, ഇതൊക്കെ മൗണ്ടൻ ഏരിയാസിൽ കോമൺ ആണ്. ഇതെല്ലാം എർത്ത് ക്വേക്കിന് കാരണമാകാം. പിന്നെ ഉള്ളത് അണ്ടർഗ്രൗണ്ട് പ്രഷറിലുണ്ടാകുന്ന സഡൻ ചേഞ്ചസ് ആണ്, സീസ്മിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഇനി ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പല കാറ്റഗറീസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്,
then human impacts, then economic impacts. Environmental impacts എന്ന് പറയുന്നത് destruction of landscapes due to the cracks and shifts on the earth's surface that triggers landslides and tsunamis and habitat loss of wildlife. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിൽ വളരെയധികം ഹെവി ആയിട്ടുള്ള ലോസസ്, അബ്നോർമാലിറ്റീസ് ഇത് ക്രിയേറ്റ് ചെയ്യും. അതായത് ഹെവി ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ ക്രാക്സ് ഉണ്ടാക്കും, ദെൻ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാക്കും, സുനാമീസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വൈൽഡ് ലൈഫിൻ്റെയൊക്കെ ഹാബിറ്റാറ്റിനൊക്കെ ലോസ് ക്രിയേറ്റ് ചെയ്യും. ഇനി അടുത്തതാണ് ഹ്യൂമൻ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. കൊളാപ്സ് ഓഫ് ബിൽഡിങ്സ് ആൻഡ് ദ ഡെബ്രീസ് കോസ് ഫേറ്റാലിറ്റീസ്. അതായത് ബിൽഡിങ്സ് എല്ലാം അഫക്റ്റഡ് ആവും, ബിൽഡിങ്സ് കൊളാപ്സ് ചെയ്യും, അത് മനുഷ്യൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും, മരണത്തിന് കാരണമാവും, സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ദെൻ കമ്മ്യൂണിറ്റീസ് ഇങ്ങനെയുള്ള ഇമ്പാക്ട്സ് കൊണ്ട് ഹോംലെസ് ആകും. they are now forced to shift to rehabilitation centers and the mental stress and trauma suffered by the survivors. ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇക്കണോമിക് ഇമ്പാക്ട്സ് ആണ്. ഇൻഫ്രാസ്ട്രക്ചറിന് ഡാമേജ് ഉണ്ടാകും, ബിൽഡിങ്സ്, റോഡ്സ്, ബ്രിഡ്ജസ് ഇതെല്ലാം അഫക്റ്റഡ് ആവും, ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും, അഗ്രികൾച്ചറിനെ അഫക്റ്റ് ചെയ്യും, ഇൻഡസ്ട്രീസും ഒക്കെ അഫക്റ്റഡ് ആവും. അപ്പോൾ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഇൻപുട്ട് ആവശ്യമാണ്, പൈസ ആവശ്യമായിട്ട് വരും. ഇനി അടുത്തതാണ് പ്രിപ്പയർഡ്നെസ് ആൻഡ് മിറ്റിഗേഷൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കിതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്? ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വഴിയാണ്. ഇൻ എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയാസ് ഏർലി വാർണിംഗ് സിസ്റ്റം ക്യാൻ ഡിറ്റക്ട് സീസ്മിക് ആക്ടിവിറ്റി ആൻഡ് പ്രൊവൈഡ് സെക്കൻഡ്സ് ടു മിനിറ്റ്സ് ഓഫ് അഡ്വാൻസ് നോട്ടീസ്. അതായത് ഈ ഏർലി വാർണിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയയിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പ്രോപ്പറായിട്ടുള്ള വാർണിംഗ് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വിച്ച് ക്യാൻ അലൗ പീപ്പിൾ ടു ടേക്ക് കവർ ഓർ സ്റ്റോപ്പ് ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രൈവിംഗ് ഓർ ഓപ്പറേറ്റിംഗ് മെഷീനറി. ഇനിയുള്ളതാണ് സീസ്മിക് ബിൽഡിംഗ് കോഡ്സ്. കൺസ്ട്രക്റ്റിംഗ് എർത്ത്ക്വേക്ക് റെസിസ്റ്റൻറ്റ് ബിൽഡിങ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടു റെഡ്യൂസ് ഡാമേജ് ആൻഡ് സേവ് ലൈഫ്സ്. ഇപ്പോൾ ജപ്പാനൊക്കെ എപ്പോഴും എർത്ത്ക്വേക്ക് ഉണ്ടാവുന്ന, ഫ്രീക്വൻ്റ് ആയിട്ട് എർത്ത്ക്വേക്ക് നടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അവിടത്തെയൊക്കെ ബിൽഡിങ്സ് എന്ന് പറയുന്നത് എർത്ത്ക്വേക്ക് ഫ്രണ്ട്ലി ആയിരിക്കും. കൺസ്ട്രക്ഷൻ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ കാറ്റാസ്ട്രോഫ്. ആ കാറ്റാസ്ട്രോഫ് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ഗവൺമെൻറ് പോളിസി പോലെ ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയും എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അവയർനെസ് ആണ് അടുത്തത്. പ്രോപ്പറായിട്ട് ഈ കാറ്റാസ്ട്രോഫ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, റെസ്ക്യൂ മിഷൻസിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ടുള്ള പ്രൊട്ടക്ഷൻ, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് മാസസിനെ പ്രിപ്പയർ ആക്കി വെക്കുക. പിന്നെ ഉള്ളത് എമർജൻസി റെസ്പോൺസ് പ്ലാൻസ് ആണ്. ഗവൺമെൻറ്റ്സ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് ഷുഡ് ഹാവ് വെൽ കോർഡിനേറ്റഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാൻസ് ഇൻ പ്ലേസ്, ഇൻക്ലൂഡിംഗ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ, മെഡിക്കൽ കെയർ ആൻഡ് പ്രൊവിഷൻ ഓഫ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ടു അഫക്റ്റഡ് പോപ്പുലേഷൻസ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതോറിറ്റീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അലേർട്ടായിട്ട് ഇരിക്കുക. എല്ലാം ആവശ്യമുള്ള മെഡിക്കൽ എയ്ഡ്, ഫുഡ്, ഷെൽട്ടർ ഇതെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് സ്റ്റോക്ക് ചെയ്യാം. ദെൻ ലാൻഡ് യൂസ് പ്ലാനിംഗ് ആണ്. അവോയ്ഡിങ് കൺസ്ട്രക്ഷൻ ഇൻ ഏരിയാസ് പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡിംഗ് ഓർ അതർ ഹസാർഡ്സ് റിലേറ്റഡ് ടു എർത്ത്ക്വേക്സ് ക്യാൻ റിഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദീസ് ഇവൻറ്റ്സ്. ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ലാൻഡ് യൂസ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് എർത്ത്ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഏരിയയിൽ അവിടുത്തെ ലാൻഡിൻ്റെ യൂസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് അവിടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിനെ ഒരിക്കലും ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യരുത്. ഇനി അടുത്തതാണ് സൈക്ലോൺ. ഇപ്പോൾ വയലൻ്റ് ആയിട്ടുള്ള സ്റ്റോമും ബാഡ് വെതറുമാണ് സൈക്ലോണിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള വിൻഡ് പാറ്റേണിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. എയറിൻ്റെ പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസം അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഹെവി ആയിട്ടുള്ള ബാഡ് വെതർ കണ്ടീഷനാണ്. അപ്പോൾ സൈക്ലോൺസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹരിക്കെയിൻസ് എന്ന് പറയും അറ്റ്ലാന്റിക്, നോർത്ത് ഈസ്റ്റേൺ സ്പെസിഫിക്കിലൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ. പിന്നെ ടൈഫൂൺസ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ സ്പെസിഫിക്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്.
പിന്നെ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഇന്ത്യൻ ഓഷ്യനിലും സൗത്ത് പസഫിക്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നത് ജനറലായിട്ട് സൈക്ലോൺസ് എന്ന് തന്നെ അറിയപ്പെടും. അപ്പോൾ ഇതിൻ്റെ കോസസ് നമുക്ക് നോക്കാം. വാം ഓഷ്യൻ വാട്ടേഴ്സാണ് ഒന്നാമത്തെ കോസ് എന്ന് പറയുന്നത്. സൈക്ലോൺസ് ഡെവലപ്പ് ഓവർ ഓഷ്യൻസ് വിത്ത് സർഫസ് ടെമ്പറേച്ചേഴ്സ് എബോവ് 26.5 degrees Celsius പ്രൊവൈഡിങ് എനർജി ഫോർ ദ സ്റ്റോം. അതായത് സ്റ്റോം സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വേണ്ടത് വാം ആയിട്ടുള്ള ഒരു സർഫസ് ടെമ്പറേച്ചറാണ്. 26.5 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ സർഫസ് ടെമ്പറേച്ചർ ഉള്ള ഓഷ്യൻസിൽ ഈ സൈക്ലോൺസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്താണ് ലോ പ്രഷർ സിസ്റ്റം. എയർ എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സൈക്ലോൺസ് ഒറിജിനേറ്റ് ഇൻ ഏരിയാസ് ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ where warm moist air rises and cools, leading to cloud formation and intense storms. Then atmospheric instability ആണ് അടുത്ത കോസ് എന്ന് പറയുന്നത്. എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ വാം ഓഷ്യൻ സർഫസ് ആൻഡ് ദ കൂളർ അപ്പർ അറ്റ്മോസ്ഫിയർ എൻഹാൻസസ് അപ്വേർഡ് മോഷൻ. അതായത് അറ്റ്മോസ്ഫിയറിൽ തന്നെ പ്രഷർ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റഡ് ആയി കഴിഞ്ഞാൽ എയർ വളരെ ടർബുലൻ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യും. അത് സൈക്ലോൺസിന് കാരണമാകും. ഇനി അടുത്തത് അതിൻ്റെ ഇമ്പാക്ട്സ് ആണ്. ഹൈ വിൻഡ്സ് ആണ് ആദ്യത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സൈക്ലോൺ ക്യാൻ പ്രൊഡ്യൂസ് എക്സ്ട്രീംലി ഹൈ വിൻഡ്സ് ദാറ്റ് കോസ് വൈഡ് സ്പ്രെഡ് ഡാമേജ്, നോക്കിംഗ് ഡൗൺ ട്രീസ്, പവർ ലൈൻസ് ആൻഡ് ബിൽഡിങ്സ്. അതായത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫോഴ്സ് ഉള്ളതാണ്. ബിൽഡിങ്സിനെയും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എല്ലാ തരത്തിലുള്ള ഡയമെൻഷൻസിനെയും ഇതിന് അഫക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അടുത്തതാണ് സ്റ്റോം സർജസ് എന്നുള്ളത്. One of the most dangerous aspects of cyclone is the storm surge, which is the rise in sea level caused by the storm's wind pushing water up towards the coast. അതായത് ഈ സൈക്ലോൺസിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട്, വിൻഡിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് സീ ലെവലിൽ റൈസ് ഉണ്ടാവും. ഇതിനെയാണ് സ്റ്റോം സർജസ് എന്ന് പറയുന്നത്. കോസ്റ്റൽ ഏരിയാസിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ കോസ്റ്റൽ ഏരിയാസിൽ ഫ്ലഡഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ദിസ് ക്യാൻ ഫ്ലഡ് കോസ്റ്റൽ ഏരിയാസ് കോസിങ് സിവിയർ എറോഷൻ ആൻഡ് വാഷ് അവേ ബിൽഡിങ്സ്. ഇനി അടുത്താണ് ഹെവി റെയിൻഫോൾ ആൻഡ് ഫ്ലഡിങ്. സൈക്ലോൺസ് ബ്രിങ് ടൊറൻഷ്യൽ റെയിൻ. കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിന് ഉണ്ടാക്കും, വിച്ച് ക്യാൻ ലീഡ് ടു സിവിയർ ഫ്ലഡിങ് പർട്ടിക്കുലർലി ഇൻ ലോ ലേയിങ് ഏരിയാസ്. പിന്നെ ഉള്ളതാണ് ലാൻഡ് സ്ലൈഡ്സ്. ഇൻ ഹില്ലി ഓർ മൗണ്ടേനിയസ് റീജിയൻസ് ദ ഹെവി റെയിൻഫോൾ ഫ്രം സൈക്ലോൺസ് ക്യാൻ ട്രിഗർ ലാൻഡ് സ്ലൈഡ്സ് ഫർദർ വേഴ്സണിങ് ദ ഡിസാസ്റ്റർ. ദെൻ അടുത്തതാണ് ലോസ് ഓഫ് ലൈഫ്. ഒബ്വിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. സൈക്ലോൺസ് ഓഫൺ റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് ലൈഫ്, എസ്പെഷ്യലി ഇൻ ഏരിയാസ് വിത്ത് വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ലാക്ക് ഓഫ് എയർലി വാർണിംഗ് സിസ്റ്റം ഓർ ഡെൻസ് പോപ്പുലേഷൻ നിയർ ദ കോസ്റ്റ്. ഇപ്പം നമുക്ക് അമേരിക്കയിലൊക്കെ ഈ പറഞ്ഞ ഇമ്പാക്ട്സ് ഹെവി ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട്, ഓരോ വർഷവും സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ആണ്. ഒബ്വിയസ് ആയിട്ടും ഇത് ഹെവി ആയിട്ടുള്ള ഫോഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ അഫക്റ്റഡ് ആകും. സൈക്ലോൺസ് ക്യാൻ ഡിസ്ട്രോയ് ഹോംസ്, റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ലീവിങ് കമ്മ്യൂണിറ്റീസ് ഐസൊലേറ്റഡ് ആൻഡ് മേക്കിംഗ് റിക്കവറി എഫേർട്സ് മോർ ഡിഫിക്കൽട്ട്. ഇനിയുള്ളത് എക്കണോമിക് ലോസ് ആണ്. ഒബ്വിയസ് ആയിട്ട് ബിൽഡിങ്സ്, ഹ്യൂമൻ ലൈഫ് ഒക്കെ അഫക്റ്റഡ് ആകുമ്പോൾ അതിന് റിക്കവറിക്കൊക്കെ വേണ്ടിയിട്ട്, ഷെൽട്ടറിനൊക്കെ വേണ്ടിയിട്ട്, മെഡിക്കൽ എയ്ഡിനൊക്കെ വേണ്ടിയിട്ട് കുറേയേറെ പൈസ ചിലവാകും. അപ്പോൾ എക്കണോമിക് ലോസ് ഉണ്ടാകും. പിന്നെ ഉള്ളത് എൻവയോൺമെൻറ്റൽ ഡാമേജ് ആണ്. സൈക്ലോൺസ് ക്യാൻ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് എൻവയോൺമെൻറ്റൽ ഡാമേജ് ഇൻക്ലൂഡിങ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ്. അതായത് മാംഗ്രൂവ്സ്, കോറൽ റീഫ്സ് ഒക്കെ ഈ സൈക്ലോൺസ് കൊണ്ട് അഫക്റ്റഡ് ആകും. സോയില്, വാട്ടറൊക്കെ കണ്ടാമിനേറ്റഡ് ആകും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇറോഷൻ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റീസ് സൈക്ലോൺസിന് ഉണ്ട്. പ്രിപ്പയർഡ്നെസ് ആൻഡ് മിറ്റിഗേഷൻ. അപ്പോൾ ഇവിടെയും ഏറ്റവും എഫക്റ്റീവായിട്ട് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് ഏർലി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് ആണ്. മോഡേൺ മെറ്റീരിയോളജിക്കൽ ടെക്നോളജീസ് അലൗസ് ഫോർ early detection of cyclones, providing valuable time for evacuation and preparedness. ദെൻ ഇവാക്വേഷൻ പ്ലാൻസ്. ഇപ്പോൾ ഓരോ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന് ഒക്കെ ഒരു ഇവാക്വേഷൻ പ്ലാൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അതായത് വൾണറബിലിറ്റി വളരെ കൂടുതലാണെങ്കിൽ. ദെൻ സൈക്ലോൺ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫ്ലഡ് കൺട്രോളാണ്. ഉറപ്പായിട്ടും സൈക്ലോൺസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഫ്ലഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുക. പിന്നെ ഒരു പരിധിവരെ റീഫോറസ്ട്രേഷനും
കോസ്റ്റൽ പ്രൊട്ടക്ഷനും കൊണ്ട് സൈക്ലോൺസിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇനി അടുത്ത മേജറായിട്ടുള്ള കാറ്റാസ്ട്രോഫാണ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഫ്ലഡ് ഈസ് എ ഡിസാസ്റ്റർ ദാറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ഏരിയ എക്സ്പീരിയൻസ് ആൻ ഓവർഫ്ലോ ഓഫ് വാട്ടർ ദാറ്റ് സബ്മേർജസ് ഡ്രൈ ലാൻഡ് കോസിങ് സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു പ്രോപ്പർട്ടി, ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചർ ആൻഡ് ലൈഫ്സ്. അപ്പോൾ ഫ്ലഡിനെ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിവർ ഫ്ലഡ് എന്ന് പറയും. ഒക്കേഴ്സ് വെൻ rivers or streams overflow due to excessive rainfall or melting snow. അതായത് സ്നോ മെൽറ്റിംഗ് കൊണ്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കൊണ്ടോ റിവേഴ്സ് ഓവർഫ്ലോ ചെയ്യുന്നതിനെയാണ് റിവർ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫ്ലാഷ് ഫ്ലഡ്. എ റാപ്പിഡ് ആൻഡ് ഇൻറ്റൻസ് ഫ്ലഡ് ഇവൻറ്റ് ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ 6 hours ഓഫ് ഹെവി റെയിൻഫോൾ ഓർ അതർ ട്രിഗേഴ്സ് സച്ച് ആസ് ഡാം ഫെയിലിയർ. അതായത് ഈ ഫ്ലഡിങ് ഉണ്ടാകാൻ ഹെവി ആയിട്ടുള്ള റെയിന് ഒരു കാരണമാകാം, അല്ലെങ്കിൽ ഡാം ഫെയിലിയർ കാരണമാകാം. അപ്പം ഇതിൻ്റെ സോഴ്സ് പ്രോസസ്സ് നടന്നതിന് ശേഷം ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്ലഡിങ് നടക്കുകയാണെങ്കിൽ അതിനെ ഫ്ലാഷ് ഫ്ലഡ് എന്ന് വിളിക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെയാണ് ഈ ഫ്ലഡ് സംഭവിക്കുന്നത്. ഇനി അടുത്താണ് കോസ്റ്റൽ ഫ്ലഡ്സ് കോസ്ഡ് ബൈ സ്റ്റോം സർജസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സൈക്ലോൺസിൻ്റെ ഒക്കെ ഫലമായിട്ടുണ്ടാകുന്ന എഫക്റ്റിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കോസ്റ്റൽ ഏരിയയിലുണ്ടാകുന്ന ഫ്ലഡിങ്. പിന്നെ ഹൈ ടൈഡ്സ് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ സുനാമി കൊണ്ട് ഉണ്ടാകാം. ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ലോ ലേയിങ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയാസിലാണ്. ഇനി അടുത്താണ് അർബൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഹാപ്പൻസ് ഇൻ സിറ്റീസ് ഓർ ഹെവിലി ഡെവലപ്ഡ് ഏരിയാസ്. അപ്പോൾ ഇവിടെ പുവർ ഡ്രെയിനേജ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ പേവ്ഡ് ആയിട്ടുള്ള സർഫസസ് ഒക്കെയാണ് എന്ന് വിചാരിക്കുക. കോൺക്രീറ്റിൻ്റെയും ടാറിൻ്റെയൊക്കെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. ബിൽഡിങ്സ്, അതുപോലുള്ള റോഡ്, പേയ്മെൻറ്റ്, ഇതൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് പ്രോപ്പറായിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റം, വാട്ടർ ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് അത് കെട്ടിക്കിടക്കും, ഫ്ലഡിങ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. ഇനി അടുത്താണ് പ്ലൂവിയൽ ഫ്ലഡ് കോസ്ഡ് ബൈ റെയിൻഫോൾ എലോൺ. റെയിൻഫോൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് പ്ലൂവിയൽ ഫ്ലഡ് എന്ന് പറയുന്നത്. വെൻ ദ വോളിയം ഓഫ് വാട്ടർ എക്സീഡ്സ് ദ ലാൻഡ്സ് കപ്പാസിറ്റി ടു അബ്സോർബ് ഇറ്റ്. അപ്പം മഴവെള്ളം വളരെയധികം കൂടുകയാണ്, ഈ സോയിലിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ടും എന്തുണ്ടാവും, ഫ്ലഡിങ് ഉണ്ടാവും. ഇനിയുള്ളത് ഇതിൻ്റെ ഇമ്പാക്ട്സ് ആണ്. ലോസ് ഓഫ് ലൈഫ്. Flood can cause drowning, injuries and death, especially in fast moving or deep flood waters. People may be swept away or trapped in their homes or vehicles. അപ്പോൾ ആദ്യത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ലൈഫാണ്. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ്, അത് അടുത്തതാണ്. ഹെവി ആയിട്ടുള്ള ലോസ് ഉണ്ടാക്കും. നമുക്ക് 2018 കേരള ഫ്ലഡ് ഒരു എക്സാമ്പിളായിട്ട് വെക്കാം. പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെയും പ്രോപ്പർട്ടീസിനെയും അത് അഫക്റ്റ് ചെയ്തു. റീസെൻ്റായിട്ട് ഉണ്ടായ ലാൻഡ് സ്ലൈഡ്, ഫ്ലഡിങ് വയനാട്ടിലുണ്ടായതും ഹെവി ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഈ ഇൻഫ്രാസ്ട്രക്ചറിലും പ്രോപ്പർട്ടീസിലും ഉണ്ടാക്കി. പിന്നെ ഉള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയാസ് മേ ഹാവ് ടു ഇവാക്വേറ്റ്. അവർക്ക് ഇവാക്വേറ്റ് ചെയ്യേണ്ടി വരും, ലീഡിങ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 1000 ഓർ മില്യൺസ്. ഇപ്പോൾ എമർജൻസി ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അത്യാവശ്യമായിട്ട് വരും. ഇനിയുള്ളത് ഇക്കണോമിക് ഇമ്പാക്റ്റാണ്. ഫ്ലഡ് ക്യാൻ ഡിവാസ്റ്റേറ്റ് ലോക്കൽ എക്കണോമിക്സ്, പർട്ടിക്കുലർലി ഇൻ അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ടൂറിസം. ഹെവി ആയിട്ടുള്ള എക്കണോമിക് ലോസ് ഉണ്ടാക്കും. ദെൻ എൻവയോൺമെൻറ്റൽ ഡാമേജ്. ഫ്ലഡിങ് ക്യാൻ ഡാമേജ് എക്കോസിസ്റ്റം, വാഷ് അവേ സോയിൽ, കണ്ടാമിനേറ്റ് വാട്ടർ റിസോഴ്സസ് ആൻഡ് ഡിസ്റപ്റ്റ് ഹാബിറ്റാറ്റ്സ് ഫോർ ആനിമൽ ആൻഡ് പ്ലാന്റ്സ്. അതായത് വെറ്റ്ലാൻഡ്സ് ഒക്കെ വളരെയധികം അഫക്റ്റഡ് ആകും. നോർമലായിട്ടുള്ള എക്കോസിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യാതെ വരും. ഇനി അടുത്തതാണ് ഹെൽത്ത് റിസ്ക്. ഫ്ലഡിങ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള വാട്ടർ പ്രോൺ ഡിസീസസ് ഉണ്ടാകാൻ കാരണം ആകുന്നതാണ്. ഡ്രിങ്കിങ് വാട്ടറൊക്കെ കണ്ടാമിനേറ്റഡ് ആകും, സാനിറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഹെവി ആയിട്ടുള്ള കണ്ടേജിയസ് ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂട്ടും. മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ്. ഇപ്പോൾ എയർലിംഗ് വാർണിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനെ ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഫ്ലഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചറാണ്. നേരത്തെ എർത്ത് കേസ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്ലഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. വൾണറബിലിറ്റി വളരെ കൂടുതലാണെങ്കിൽ അർബൻ പ്ലാനിങ് അല്ലെങ്കിൽ റൂറൽ ഏരിയ പ്ലാനിങ്ങിൽ കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഫ്ലഡ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ കൂടെ കൺസിഡർ ചെയ്യാം. പിന്നെ ഉള്ളത് അർബൻ പ്ലാനിങ് വരുമ്പോഴേക്കിന്
കൃത്യമായിട്ട് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസ് ആയി, അതായത് ഈ വെറ്റ്ലാൻഡ്സ് പോലെയുള്ളത് പ്രോപ്പറായിട്ട് കൺസേർവ്ഡ് ആവണം, ഇല്ലെങ്കിൽ ഫ്ലഡിങ് ഉണ്ടാവും. വെറ്റ്ലാൻഡ്സ് ആണ് ഇതിനെയൊക്കെ സ്പോഞ്ച് പോലെ ആക്ട് ചെയ്ത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അർബൻ പ്ലാനിങ്ങിൽ അതുപോലുള്ള ഏരിയാസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഉള്ളത് റീഫോറസ്റ്റേഷൻ ആൻഡ് സോയിൽ കൺസർവേഷനാണ്. റീഫോറസ്റ്റേഷൻ പിന്നെ സോയിൽ കൺസർവേഷൻ സ്ട്രാറ്റജീസൊക്കെ ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ ഈ ഫ്ലഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചർ, ഫ്ലഡ് പ്രൂഫ് ബിൽഡിങ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുക. പിന്നെ പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്, എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഓരോ സമയത്തും നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുക. ഇനി അടുത്ത മേജറായിട്ടുള്ള ഡിസാസ്റ്ററാണ് സുനാമി. ജയൻറ്റ് വേവ്സ് കോസ്ഡ് ബൈ എർത്ത് ഓർ വോൾക്കാനിക് ഇറപ്ഷൻ അണ്ടർ ദ സീ. സീയിൽ ഉണ്ടാകുന്ന വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ എർത്ത് ഫലമായിട്ട് ഉണ്ടാകുന്ന ജയൻറ്റ് വേവ്സ് ആണ്. അത് കോസ്റ്റൽ ഏരിയയിൽ ഫ്ലഡിങ് ഉണ്ടാക്കും, ഹെവി ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ കോസസ് നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അണ്ടർ വാട്ടർ എർത്ത് ഒരു കോസാണ്, പിന്നെ ഉള്ളത് വോൾക്കാനിക് ഇറപ്ഷൻസ് ആണ്, പിന്നെ അണ്ടർ വാട്ടറിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായാലും സുനാമി ഉണ്ടാകും. ഇമ്പാക്ട്സ് നോക്കുകയാണെങ്കിൽ ലോസ് ഓഫ് ലൈഫാണ്. കോസ്റ്റൽ ഏരിയാസിലുള്ള ആൾക്കാരുടെ ജീവിതം അഫക്റ്റഡ് ആവും, ഹെവി ആയിട്ടുള്ള ഫെറ്റാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അഫക്റ്റഡ് ആവും, എൻവയോൺമെൻറ്റിനെ അത് ഇമ്പാക്റ്റ് ചെയ്യും. മെയിനായിട്ടും മാംഗ്രൂവ്സ് പോലെയുള്ള കോസ്റ്റൽ പ്ലാന്റേഷൻ അഫക്റ്റഡ് ആവും. അത് പലതരത്തിലുള്ള എക്കോസിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഫെസിലിറ്റീസ് പ്രൊവിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ അഫക്റ്റഡ് ആവും, കോറൽസൊക്കെ അഫക്റ്റഡ് ആവും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിക്ക് ഹെവി ആയിട്ടുള്ള ലോസ് ഉണ്ടാകും. പിന്നെ ഉള്ളത് എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. ഏത് കാറ്റാസ്ട്രോഫ് ആണെങ്കിലും അത് ഹ്യൂമൻ ഫെറ്റാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യും, ഇഞ്ചുറീസ് ഉണ്ടാക്കും, മെഡിക്കൽ എയ്ഡ് കൂടുതൽ വേണ്ടി വരും, റെസ്ക്യൂ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് കൂടുതൽ എക്കണോമി ചിലവാക്കേണ്ടി വരും. പിന്നെ റിക്കവറിക്ക് വേണ്ടിയിട്ട്, അതായത് ബിൽഡിങ്സൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫണ്ടിങ് വേണ്ടി വരും. അപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഇമ്പാക്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത്. മിറ്റിഗേഷൻ ആൻഡ് പ്രിവെൻഷൻ, ഇവിടെയും ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ സുനാമിയെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് മോഡേൺ ഫോർകാസ്റ്റിംഗ് ടെക്നോളജീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് അലേർട്ട് ആക്കുക കോസ്റ്റൽ ഏരിയയെ. പിന്നെയുള്ളത് കോസ്റ്റൽ ഡിഫെൻസസ് ആണ്. കോസ്റ്റൽ റീജിയൻസ് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് ഇത് ഡിഫെൻസ് വോളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ സുനാമി പ്രോണായിട്ടുള്ള ഏരിയയിൽ, കോസ്റ്റൽ ഏരിയാസിൽ എപ്പോഴും ഇവാക്വേഷൻ പ്ലാൻസ് പ്രോപ്പറായിട്ടും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചൊരു പ്ലാന് ഉണ്ടായിരിക്കണം. പിന്നെ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് ആണ്. കോസ്റ്റൽ ഏരിയാസിലുള്ള ആൾക്കാരിൽ ഉറപ്പായിട്ടും ഈ ഇൻഫർമേഷൻ എത്തണം. എങ്ങനെയാണ് ഇത് സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, അപ്പോൾ എങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻസൊക്കെ ക്യാരി ഔട്ട് ചെയ്യണം, എങ്ങനെ സെൽഫ് പ്രൊട്ടക്റ്റഡ് ആകണം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻ ഇൻഡിവിജ്വൽസിലേക്ക് ഷെയർ ചെയ്യപ്പെടണം. പിന്നെ ഉള്ളത് ബിൽഡിംഗ് റെഗുലേഷൻസ് ആണ്. സുനാമി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം. പിന്നെ അടുത്ത ഹെവി ആയിട്ടുള്ള ഒരു കറ്റാസ്ട്രോഫാണ്, നാച്ചുറൽ ഡിസാസ്റ്ററാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഒക്കേഴ്സ് വെൻ ലാർജ് എമൗണ്ട് ഓഫ് എർത്ത്, റോക്ക് ആൻഡ് ഡെബ്രിസ് മൂവ് ഡൗൺ എ സ്ലോപ്പ് ഡ്യൂ ടു വേരിയസ് ട്രിഗറിങ് ഫാക്ടേഴ്സ്. ഇപ്പോൾ പല ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എർത്ത് അല്ലെങ്കിൽ റോക്ക് അല്ലെങ്കിൽ ഡെബ്രിസ് ഒരു സ്ലോപ്പിലൂടെ താഴേക്ക് ഒഴുകി പോകുന്ന അവസ്ഥയാണ്, പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന അവസ്ഥയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. ഹെവി റെയിൻ ഒരു കാരണമാണ്. ടൊറൻഷ്യലായിട്ടുള്ള റെയിന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കും. പിന്നെ ഉള്ളത് എർത്ത് ക്വേക്സ് ആണ്. പിന്നെ വോൾക്കാനിക് ആക്ടിവിറ്റിയും ഡീഫോറസ്റ്റേഷനും ഹ്യൂമൻ ആക്ടിവിറ്റിയും പുവർ ലാൻഡ് യൂസ് പ്ലാനിങ്ങും ഒക്കെ ലാൻഡ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, റീസെൻ്റായിട്ട് വയനാട്ടിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ്. ലോസ് ഓഫ് ലൈഫ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, ഇൻഫ്രാസ്ട്രക്ചറിൽ ഡാമേജ് ഉണ്ടാക്കും, എക്കണോമിക് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഒക്കെ
ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ തരത്തിലുള്ള കാറ്റാസ്ട്രോഫും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സംവാട്ട് സിമിലർ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ, ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ റിസ്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്, ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയിലൊക്കെ എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിന് പ്രോപ്പറായിട്ടുള്ള എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ഉണ്ടാക്കുക. ലാൻഡ് യൂസ് റെഗുലേഷൻസ് ഉണ്ടാക്കുക. ലാൻഡ് സ്ലൈഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യുക. പിന്നെ ഉള്ളത് പബ്ലിക് അവെയർനെസ് ആണ്. ഇതുപോലുള്ള ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഡിസാസ്റ്റേഴ്സിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആകാം അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആകാം അല്ലെങ്കിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആകാം. ഈ മാൻമെയ്ഡ് ആയിട്ടുള്ള കുറേ ഡിസാസ്റ്റേഴ്സ്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാം. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ കാറ്റാസ്ട്രോഫിക് ഇവൻറ്റ്സ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഓഫൺ ഡ്യൂ ടു നെഗ്ലിജൻസ്, ആക്സിഡൻറ്റ്സ് ഓർ ഇൻ്റർനാഷണൽ ആക്ഷൻസ്. അപ്പോൾ ഇത് കാറ്റാസ്ട്രോഫിക് ഇവൻറ്റ്സ് ആണ്. മനുഷ്യൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടാണ്, ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. നെഗ്ലിജൻസും ആക്സിഡൻസും ഒക്കെ ആകാം ഇതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഇതിനെ ഗ്ലോബൽ ഇവൻറ്റ്, നാഷണൽ ഇവൻറ്റ്, ലോക്കൽ ഇവൻറ്റ് എന്നുള്ള രീതിയിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ഇവൻറ്റിൽ നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എക്സ്പ്ലോഷൻ. അപ്പോൾ ഇത് April 26, 1986 സംഭവിച്ചത്. എ സഡൻ സർജ് ഓഫ് പവർ ഡ്യൂറിങ് എ റിയാക്ടർ സിസ്റ്റം ടെസ്റ്റ് ഡിസ്ട്രോയിഡ് എ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അറ്റ് ചെർണോബിൽ, യുക്രൈൻ ഇൻ ദ ഫോർമർ സോവിയറ്റ് യൂണിയൻ. അപ്പോൾ യുക്രൈനിലുള്ള ചെർണോബിൽ എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഒരു പവർ റിയാക്ടർ സിസ്റ്റം, അതിനകത്തുണ്ടായ സഡൻ സർജ്, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തുണ്ടായ ഒരു സഡൻ സർജ്, പവർ സർജാണ് അത് എക്സ്പ്ലോഷന് കാരണമായത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എല്ലാം വൈഡ് സ്പ്രെഡായി ആ റിയാക്ടറിൽ നിന്ന്. അപ്പോൾ ഹെവി ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ദ ഇൻസിഡൻറ്റ് റിലീസ്ഡ് മാക്സീവ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇൻ ടു ദ environment. It is considered as the worst nuclear accident in the history due to its widespread environmental, health and socio-economic impacts. ഇപ്പോൾ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലോഡ് ആയിട്ടുള്ള റിയാക്ടർ ഡിസൈനാണ്. അന്നത്തെ കാലത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജിലാണ്. അപ്പോൾ റിയാക്ടർ ഡിസൈൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുത്തുകൊണ്ടല്ല കൺസ്ട്രക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ലീക്കേജ് ഉണ്ടായത്, എക്സ്പ്ലോഷൻ ഉണ്ടായത്. പിന്നെ ഉള്ളത് അത് ഹാൻഡിൽ ചെയ്ത എക്സ്പേർട്സിനുണ്ടായ നെഗ്ലിജൻസ് ആണ്, മാൻമെയ്ഡ് എററാണ്. ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ആക്സിഡൻറ്റ് കോസ്ഡ് ദ ഡെത്ത് ഓഫ് 30 വർക്കേഴ്സ് ആൻഡ് റേഡിയേഷൻ ഇഞ്ചുറീസ് ടു ഓവർ 100 others. In response to the authority evacuated about 150,000 people from the area. The incident caused serious social and psychological disruptions in the lives of those affected and vast economic losses over the entire region. 3 രാജ്യങ്ങളുടെ ലാർജ് ഏരിയ ആണ് ഇതുകൊണ്ട് അഫക്റ്റഡ് ആയത്. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എല്ലാം അവിടേക്ക് സ്പ്രെഡഡ് ആയി എന്നുള്ളതാണ്. അപ്പം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വൺസ് സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമല്ല, ലോങ് ടേം ആയിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കും. ഒരു കൺജനിറ്റൽ ആയിട്ടുള്ള ഡിഫോമിറ്റീസ്, മ്യൂട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള, ക്രോമസോം അബറേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉള്ളതാണ് ഈ ഒരു ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതാണ് ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസും അതൊക്കെ ഫ്യൂച്ചർ ജനറേഷൻസിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. Response: A concrete sarcophagus was constructed over the reactor to limit further radiation leak. Radiation leak പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാക്രോഫാഗസ് എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടക്ഷനാണ്, കോൺക്രീറ്റും മറ്റുള്ള മെറ്റീരിയലും ഒക്കെ വെച്ച് ഇതിൻ്റെ ഫർദർ ഇത് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഐസോട്ടോപ്സ് എസ്കേപ്പ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷെല്ലാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിനാണ് സാക്രോഫാഗസ് എന്ന് പറയുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പിക്ചറാണ്. പക്ഷേ ഇത് മോഡേൺ ആയിട്ടുള്ള ഒരു ഡം ഷേപ്ഡ് ആയിട്ടുള്ള
ഏറ്റവും പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഇതല്ല ആദ്യമേ ക്രിയേറ്റ് ചെയ്ത്, ഇതിൻ്റെ മോഡേൺ വെർഷനാണ്. 49,000 residents were evacuated within 36 hours. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെർണോബിലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കാണാൻ സാധിക്കും, വ്ളോഗായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഇനി നാഷണൽ ലെവലിലുള്ള ഒരു കാറ്റാസ്ട്രോഫാണ്, ഹ്യൂമൻ മെയ്ഡ് കാറ്റാസ്ട്രോഫാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. It occurred in the night of December 2 and 3rd, 1984 at the Union Carbide India Limited pesticide plant in Bhopal, Madhya Pradesh, India. മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു പെസ്റ്റിസൈഡ് ഫാക്ടറിയാണ് യൂണിയൻ കാർബൈഡ്. അപ്പോൾ ആ യൂണിയൻ കാർബൈഡിൽ നിന്ന് മീഥൈൽ ഐസോസയനൈഡ് എന്ന് പറയുന്ന ഗ്യാസ്, ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ടോക്സിക് ഗ്യാസ് ലീക്കായി. 40 ടൺസോളം മീഥൈൽ ഐസോസയനൈഡ് ഗ്യാസ് ലീക്കായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് പെസ്റ്റിസൈഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. അതിൻ്റെ ലീക്കേജ് സംഭവിച്ചു. എ ലാർജ് വോളിയം ഓഫ് വാട്ടർ ഹാഡ് ബീൻ ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു ദ MIC ടാങ്ക് ആൻഡ് കോസ്ഡ് എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഫോഴ്സ് ദ പ്രഷർ റിലീസ് വാൽവ് ടു ഓപ്പൺ ആൻഡ് അലൗഡ് ദ ഗ്യാസ് ടു ലീക്ക്. അതായത് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക് വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കിന് അത് ആ പ്രഷർ, വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ആ പ്രഷറിനെ താങ്ങാൻ ഇതിൻ്റെ വാൽവുകൾക്ക് സംഭവിച്ചില്ല. വാൽവ് ബ്രേക്കായി ഗ്യാസ് ലീക്ക് ആയി എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ കോസ്. ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3,800 ഡെത്ത്സ് ഒക്കേർഡ് വിത്തിൻ അവേഴ്സ് ഡ്യൂ ടു എക്സ്പോഷർ ടു ദ ടോക്സിക് ഗ്യാസ്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. വിക്ടിംസ് സഫേർഡ് ഫ്രോം റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഐ ഇറിറ്റേഷൻ ആൻഡ് കെമിക്കൽ ബേൺസ്. ഓവർ 5 lakh പീപ്പിൾ വെയർ എക്സ്പോസ്ഡ്. അപ്പോൾ ആ ഭോപ്പാലിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രമൈസസിലുണ്ടായിരുന്ന 5 ലക്ഷത്തോളം ആൾക്കാർ അഫക്റ്റഡ് ആയി എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, സോയിൽ ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ ആൻഡ് എക്കോസിസ്റ്റം ഡാമേജ് എല്ലാം സംഭവിച്ചു എന്നുള്ളതാണ്. സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്, ദ ഡിസാസ്റ്റർ ഡിവാസ്റ്റേറ്റഡ് ലോക്കൽ ബിസിനസ്സസ് ആൻഡ് ലൈവ്ലിഹുഡ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ജീവിതത്തെ ഇത് വളരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തു. അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഫെറ്റാലിറ്റീസ് ഉണ്ടായി, അവർ കുടുംബങ്ങളുടെ ആശ്രയം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ യങ് സ്റ്റേജിലുള്ള ഒത്തിരി പേര് അഫക്റ്റഡായി, ഓൾഡ് ഏജിലുള്ള ആൾക്കാർ അഫക്റ്റഡായി, അങ്ങനെ കുട്ടികളൊക്കെ അഫക്റ്റഡായി. അവർക്ക് പലതരത്തിലുള്ള ഡിസീസസും ഇൽനെസ്സും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ലൈവ്ലിഹുഡ് അഫക്റ്റഡായി, ലോക്കൽ ബിസിനസ്സിനെയും അഗ്രികൾച്ചറിനെയും എല്ലാം ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ട്രാജഡിയുടെ റെസ്പോൺസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് വെയർ ഓവർവെൽംഡ് വിത്ത് പേഷ്യൻസ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാവും എന്നതിനെക്കുറിച്ച് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒന്ന് കരകയറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇത്രയും വലിയ ആൾക്കാരെ ഇമ്മീഡിയറ്റായിട്ട് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസോ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. അതെല്ലാം ഇമ്പാക്റ്റ് കൂട്ടി എന്നുള്ളതാണ്. ലാക്ക് ഓഫ് നോളജ് അബൌട്ട് MIC ടോക്സിസിറ്റി ഹിൻഡേർഡ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ടോക്സിസിറ്റി, ഇതിൻ്റെ ലീഡൽ ഡോസിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡീസൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കിന് ഈ കെമിക്കൽ എന്താണെന്ന് മനസ്സിലാകാതെ ട്രീറ്റ്മെൻറ്റ് പോസിബിൾ അല്ലല്ലോ. കെമിക്കലിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാകാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് വരത്തില്ല. അപ്പോൾ ലാക്ക് ഓഫ് നോളജ് അത് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സിനെ വളരെയധികം ഹിൻഡർ ചെയ്തു. ദെൻ ഡിലേഡ് കമ്മ്യൂണിക്കേഷൻ വേഴ്സൺ ദ ഡെത്ത് ടോൾ. അതായത് ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഈസി അല്ല. അപ്പോൾ അതെല്ലാം ഈ ഡെത്ത് ഫെറ്റാലിറ്റീസിനെ വളരെയധികം കൂട്ടി എന്നുള്ളതാണ്. ഇനി റീജിയണൽ ലെവൽ ആയിട്ടുള്ള, അതായത് കേരളത്തിൽ സംഭവിച്ച ഒരു ട്രാജഡിയാണ് ഹ്യൂമൻ മെയ്ഡ് കാറ്റാസ്ട്രോഫാണ് എൻഡോസൾഫാൻ ട്രാജഡി എന്ന് പറയുന്നത്. ഇത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഉണ്ടായത്. എൻഡോസൾഫാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഗാനോ ക്ലോറൈൻ പെസ്റ്റിസൈഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ ടു കൺട്രോൾ പെസ്റ്റ് ഓൺ ക്രോപ്സ് ലൈക്ക് കാഷ്യൂ, ടീ ആൻഡ് കോട്ടൺ. അപ്പോൾ ഈ കാസർഗോഡ് ഏരിയയിൽ കാഷ്യൂ പ്ലാന്റേഷൻ, കശുവണ്ടി പ്ലാന്റേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു കെമിക്കലാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കൊണ്ട്, ഈ കെമിക്കലിൻ്റെ എഫക്റ്റ് കൊണ്ട് പലതരത്തിലുള്ള കൺജനിറ്റലായിട്ടുള്ള ഡിഫോമിറ്റീസും ഇൽനെസ്സും എല്ലാം ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഉണ്ടായി. ഇറ്റ് ഈസ് എ പെർസിസ്റ്റൻറ്റ് ഓർഗാനിക് പൊല്യൂട്ടൻ വിത്ത് ദ എബിലിറ്റി ടു ബയോ അക്യുമുലേറ്റ് ഇൻ എക്കോസിസ്റ്റം, മേക്കിംഗ് ഇറ്റ് ഹൈലി ടോക്സിക് ടു ഹ്യൂമൻസ്, ആനിമൽസ് ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ബയോ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ടോക്സിസിറ്റി ഓരോ ലെവലിലേക്ക്, ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന് പോകുമ്പോഴേക്കിന് കൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ പർട്ടിക്കുലർ കെമിക്കലിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഇമ്പാക്ട്സ്, ഹെവി ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കി മനുഷ്യനും മറ്റുള്ള ആനിമൽസിനും പിന്നെ ജനറലായിട്ട് എൻവയോൺമെൻറ്റിനും. അപ്പോൾ ഇതിൻ്റെ കോസസ് ഏരിയൽ സ്പ്രേയിങ് ആണ് എൻഡോസൾഫാൻ, പ്രൊലോങ്ഡ് എക്സ്പോഷർ ആൻഡ് ഇൻഅഡിക്വേറ്റ് അവെയർനെസ്, വീക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പെസ്റ്റിസൈഡ് യൂസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നെഗ്ലിജൻസ് ബൈ അതോറിറ്റീസ് ആക്സിലറേറ്റ് ദ ഇഷ്യൂ. ഇപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു കെമിക്കൽ യൂസ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ എഫക്റ്റീവ്നെസ് ആണ്. അതായത് കാഷ്യൂയുടെ പെസ്റ്റ് കൺട്രോൾ പ്രോപ്പറായിട്ട് നടക്കുന്നു, പ്രൊഡക്ടിവിറ്റി കൂടുന്നു. അപ്പോൾ ഇത് ബാക്കിയുള്ള ഇമ്പാക്ട്സ് എന്താണ്, ബാക്കി മനുഷ്യന് ഇത് ദോഷമാണോ, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച്, റിസ്ക് എലമെൻസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡീസൊന്നും നടത്തിയിട്ടില്ലാതെ ഒരു ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് യൂസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നെഗ്ലിജൻസ്, അതോറിറ്റീസൊക്കെ റൂൾസ് റെഗുലേഷൻസിലൊക്കെ ഡൈലൂഷൻ വരുത്തിയത് കൊണ്ടാണ് ഇത്രയും ഇമ്പാക്റ്റ് ഇത് ഉണ്ടാക്കിയത്. എൻഡോസൾഫാൻ്റെ ഇമ്പാക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഹ്യൂമൻ ഹെൽത്ത് ഇമ്പാക്റ്റ് ആണ്. പലതരത്തിലുള്ള കൺജനറ്റലായിട്ടുള്ള അബ്നോർമാലിറ്റീസ്, മ്യൂട്ടേഷൻസ് ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്തു. ഡൗൺ സിൻഡ്രോം പോലെയുള്ള കണ്ടീഷൻസ് പല ഈ സൊസൈറ്റീസിലെല്ലാം വളരെ കോമൺ ആയിട്ട് വന്നു, ഈ ഏരിയയിലുള്ള ആൾക്കാരിൽ കോമൺ ആയിട്ട് വന്നു. പലർക്കും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വളരെ കോമൺ ആകാൻ തുടങ്ങി. ഒരു ഫാമിലിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് അഫക്റ്റഡായി, അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായി. അതായത് ഇതിൻ്റെ പ്രിവലൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടി എന്നുള്ളതാണ്. പിന്നെ എൻവയോൺമെൻറ്റിനെ അത് വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. പിന്നെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റാണ്. അതായത് ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ഇൻഡിവിജ്വൽസിൽ നിന്ന് ഐസൊലേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ മാറി എന്നുള്ളതാണ്. ഈവൻ അവിടുത്തെ കുട്ടികൾക്ക് വിവാഹം വരെ നടക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഹെൽത്ത് റിസ്ക് എന്ന് പറയുന്നത് വളരെയധികം ഉണ്ടായി. ഈ ലേഡീസിൻ്റെയൊക്കെ മെൻസ്ട്രൽ സൈക്കിൾ വരെ അഫക്റ്റഡായി ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കൊണ്ട്. ഇതൊരു മ്യൂട്ടാജൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഏജൻ്റൊക്കെ ആയതുകൊണ്ട്. ദെൻ ഗവൺമെൻറ് ഫൈനലി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗവൺമെൻറ് ആക്ഷൻ എടുത്തു. എൻഡോസൾഫാൻ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തു, അതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് വന്ന് ബാൻ ചെയ്തു. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷം എൻഡോസൾഫാൻ ട്രാജഡിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ഒക്കെ പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റിംഗ്, അതിൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ വൈഡ് സ്പ്രെഡ് യൂസിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാൻസ് ഫോർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെയൊക്കെ എങ്ങനെ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ശേഷം അതിനെ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാൻ സാധിക്കും, റീകൺസ്ട്രക്ഷൻ പ്ലാൻസ് എങ്ങനെ വേണം, ഇതൊക്കെയാണ് ചെറുതായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അഡ്രസ്സസ് എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് അറൈസിങ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ എയിമിംഗ് ടു റിസ്റ്റോർ ecosystem and mitigate further damage, assessment of environmental impact, debris and wastewater management, restoration of ecosystem, sustainable reconstruction, risk reduction, community engagement, policy and funding support. ഇത്രയൊക്കെയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാനിൽ വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അത് കൃത്യമായിട്ട് അസസ് ചെയ്യുക. പിന്നെ ഡേബ്രീസ്, വേസ്റ്റ് പോസ്റ്റ് ഡിസാസ്റ്റർ ഉണ്ടാക്കും, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. എക്കോസിസ്റ്റംസിനെ റിസ്റ്റോർ ചെയ്യുക. സസ്റ്റൈനബിൾ ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ നടത്തുക. റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക. കമ്മ്യൂണിറ്റി എൻഗേജ് ചെയ്യുക. അതായത് ഒരു ഏരിയ അഫക്റ്റഡ് ആണെങ്കിൽ മറ്റുള്ള റീജിയൻസിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു കോപ്പറേഷൻ, ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഫണ്ടിങ് സപ്പോർട്ട്, പോളിസി മേക്ക് ചെയ്യുക, ഫണ്ടിങ് സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറി റീകൺസ്ട്രക്ഷൻ പ്ലാനിലൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്.